ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബത്തുവിൻ്റെ അലമാര, അതുപോലെ തന്നെ അവളുടെ ഫാൻസിയൊക്കെ എന്തെങ്കിലും ഇട്ട് വെക്കണം. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അതിനൊക്കെ ലിങ്ക് ചോദിച്ചിട്ട്. അപ്പോൾ കാണാത്തവരും കണ്ടവർക്കും ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ദിവസമായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, 10 days അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇപ്പോൾ ഒരു 1 week ആവാനായിട്ട് ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നോക്കി കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. ഇന്ന് പുറത്ത് പ്രവാസികൾക്കൊക്കെ നോമ്പാണ്. പിന്നെ നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, റമളാൻ ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് നേരെ വ്ളോഗിലേക്ക് പോകാം. ബത്ത് മേലെയാണ് കേട്ടോ. അവൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാട്ടോ ബത്തിൻ്റെ അലമാര. എപ്പോഴും ഇതിൻ്റെ മേലെ ഒരു ടർക്കി ഉണ്ടാവും കേട്ടോ. അവളുടെ കുളി കഴിഞ്ഞ് വന്നാൽ ഒന്ന് തുറത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ കേട്ടോ ഇടാറ്. ദിവസം മാറ്റും. അപ്പോൾ അവളുടെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇതാണ് അവളുടെ അലമാര കേട്ടോ. 6 ഷെൽഫാണ് കേട്ടോ ഇതിലുള്ളത്. മുകളിൽ ഞാൻ ഇങ്ങനെ ടർക്കി എപ്പോഴും തൂക്കിയിടും കേട്ടോ. പിന്നെ സൈഡിൽ ഇങ്ങനെ 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ അവളുടെ തോർത്ത് വെക്കും. പിന്നെ അവളുടെ തൊട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്റ്റാർ ഉണ്ടായിരുന്നു അത്. പിന്നെ അവളുടെ ഒരു ചെറിയൊരു ബാഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കേട്ടോ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ ഈ സൈഡിൽ അവളുടെ ബെൽറ്റ് അങ്ങനെയൊക്കെ കേട്ടോ. ഇങ്ങനെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാട്ടോ വെക്കുക. പിന്നെ ഇവിടെ അവൾക്ക് ഫുഡൊക്കെ ചെറിയ ഉണ്ണിയാകുമ്പോൾ കൊടുത്തിരുന്ന സംഭവം ഉണ്ടാവില്ല, അതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അവളുടെ ടവൽസ് അതൊക്കെ കേട്ടോ. അതൊക്കെ വീട്ടിൽ യൂസ് ചെയ്യണമെന്നൊക്കെ കേട്ടോ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെയും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ ഞാൻ ടർക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സിബ് തുറന്നുണ്ടെങ്കിൽ അവളുടെ ബാഗ് അങ്ങനെയൊക്കെ കേട്ടോ. ഇത് അവളുടെ ബാഗ് കേട്ടോ. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കെട്ടിക്കൊടുക്കും. പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ അവൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, മടിയല്ലാത്തതിനും. പിന്നെ അവളുടെ പോളിയോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അവളുടെ മങ്കി ക്യാപ്പാണ്. ഇത് ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുള്ളൂ. അത് രണ്ടെണ്ണം ചെറിയ കുട്ടിയാകുമ്പോൾ ഖത്തറിൽ യൂസ് ചെയ്തിരുന്നു കേട്ടോ. അത് മറ്റേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അവളുടെ ഒരു ബോട്ടിൽ, ഇതാണിപ്പോൾ നിലവിലിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എൻ്റെ താത്ത ഗിഫ്റ്റായിട്ട് അവൾക്ക് കൊടുത്തിട്ടായിരുന്നു ട്രിപ്പ് പോയപ്പോൾ കേട്ടോ. പിന്നെ ഈ ഒരു ബാഗും അവൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അവൾക്ക് ബസ്സിൽ നിന്നൊരു ചേച്ചി ടോയ് കൊടുത്തു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അവളുടെ മാസ്ക്, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കില്ലേ. പിന്നെ പഴയ ബോട്ടിൽ, പിന്നെ തെർമോമീറ്റർ, പഴയ കപ്പ്. പിന്നെ അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ടുള്ളതിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് അടക്കി വെക്കാമല്ലോ. പിന്നെ അവളുടെ തൊണ്ട്, ഞങ്ങളൊക്കെ അവിടെ ഇതിനെന്താ പറയുകയെന്നറിയില്ല. ഞാൻ തൊണ്ട് എന്നിട്ട് പറയാറ്. ചിലവരിത് കായ്ക്കുടുക്ക അങ്ങനെയൊക്കെ പറയാം. പല നാട്ടിലും പലതാലോ. പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തിരുന്ന പാത്രം ഇതാട്ടോ. ബത്തും ഫസ്റ്റ് ടൈം ഫുഡ് കൊടുത്തത് ഇതിലാട്ടോ. പിന്നെ ഇങ്ങനെ കേട്ടോ അവിടെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയൊരു കല്ല് കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിക്കൊട്ടൊക്കെ അതുപോലെ കേട്ടോ ഏകദേശം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവും ഇങ്ങനെ കമ്പിയായിട്ട് വരും. നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ലൂസായിട്ടാവും. പിന്നെ നമ്മൾ ലൂസായിട്ട് മീൻസ് അതായത് ഇതൊക്കെ ഇങ്ങനെ പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുക ചെയ്യാം. ഓരോ ട്രേ, പിന്നെ ഇങ്ങനെ ഒരുപാട് വടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇതാട്ടോ അവളുടെ ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാണിച്ചു തരാം. ഇത് അവളുടെ ഷോർട്ട്സ്, ഇത് അവളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന റിബൺസ് ആട്ടോ. പിന്നെ അവളുടെ ചീപ്പ് അങ്ങനെയൊക്കെ. പിന്നെ അവളുടെ നൈൽ കട്ടർ, പിന്നെ ഐലൈനർ, ഹിമാലയൻ്റെ ഒരു കാജലുണ്ട് കേട്ടോ. പിന്നെ ഇതാട്ടോ ഒരുപാട് ആൾക്കാർ ലിങ്ക് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു 5 ബോക്സ് ആയിട്ടാട്ടോ വരിക. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അത് വെച്ചതാണ്. അവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്തെല്ലാം എന്നൊക്കെ കാണിച്ചത്.
അതിന് ഇതൊക്കെയാണ് പുറത്ത് പിടിക്കട്ടെ കേട്ടോ. ഈ കള്ളി ഫുള്ള് കാലി കേട്ടോ. ഇങ്ങനെയായിട്ടോ നമ്മൾ ഉള്ളിൽ വരുന്നത്. ഞാൻ ഇവളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. 5 ലെയറായിട്ടോ വരണത്. അപ്പോൾ അതിൽ ഓരോന്നിൽ എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് കേട്ടോ. ഫസ്റ്റത്തെ വലിയ ബോക്സ് നമുക്ക് തുറക്കാമല്ലോ, അതിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഫുള്ള് അവളുടെ ഹെയർ ബാൻഡ്സ് കേട്ടോ. ചെറുതാവുമ്പോൾ ഉള്ള കുറേ അവളുടെ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടി ചെറിയ കുട്ടികളാണ്, അപ്പോൾ ഗേളാണ്. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തത് നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ അവൾക്ക് ഇടാൻ പറ്റാത്ത ഇതിൻ്റെ കലാസ്റ്റിക് ഭയങ്കര ചെറുതാണ്. അതിപ്പോൾ ഞാൻ ഇവളുടെ ബർത്ത്ഡേക്ക് എൻ്റെ താത്ത വാങ്ങിച്ചു കൊടുത്തതാണ് ഉണ്ടോ. ഭയങ്കര ചെറുതാണ്, ലാസ്റ്റിക്ക് തീരെ വഴിയില്ല. പിന്നെ അവളുടെ തല ഭയങ്കര വേദന എടുക്കും, ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതും എൻ്റെ താത്ത വെച്ചത്. അവൾക്ക് പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഹെയർ ബാൻഡ്സ് അതുപോലെ വളയുന്നതൊക്കെ കണ്ട് ഇങ്ങനെ വാങ്ങിച്ചു തരും. എൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഒരുപാട് വള വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഇടാൻ പറ്റില്ല, ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഇടാൻ കഴിയും കേട്ടോ. അതിങ്ങനെ വലിയുണ്ട്, ഇത് ഭയങ്കര ടൈറ്റായിട്ടാണ് നിൽക്കുക, അപ്പോൾ അവൾക്ക് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഫുള്ള് ഹെയർ ബാൻഡ്സ് കേട്ടോ. പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ഹെയർ ബാൻഡ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇത്രയും ഇതിൽ ഒതുങ്ങും കണ്ടോ. ഇത്രയും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. ഈ ഒരു കൊട്ടായിട്ട് വരുന്നത്. മറ്റേ നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇത് അവളുടെ ചെറുപ്പത്തിൽ ഇത് കേട്ടോ, ഒരു ക്യാപ്പ് പോലെ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ബ്ലാക്കും ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതും ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ എപ്പോഴാണ് കാണും, കടിയിലാണ്ട് കണ്ടിട്ടില്ല കണ്ടോ. ഇതൊക്കെയാണ് അവളുടെ ഹെയർ ബാൻഡ് ഐറ്റംസ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മേലെ ഉള്ളത് കാണിച്ചത്. പിന്നെ അതിൻ്റെ കൂടി കുറച്ച് വലുതാട്ടോ അത്, അതിന് ശേഷമുള്ളതാട്ടോ അത്. ഇതിൽ അവളുടെ ടവൽസ് അതുപോലെ ഷോർട്ട്സ് ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. യൂസ് ചെയ്യാത്ത ഷോർട്ട്സ് ടവൽസൊക്കെ ഇതിങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ അവൾ ചെറുതായി നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് എടുക്കണം. വലുതൊക്കെ ബർത്ത്ഡേക്ക് കിട്ടിയപ്പോൾ മാറ്റിയെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ മേലെ വളകളാട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറ്റിപ്പുറം പോയപ്പോൾ താത്ത എടപ്പാളൊരു എന്തൊരു കട വന്നിട്ടുണ്ട്, എന്താ ഫാൻസിയും ഒക്കെ നല്ല റേറ്റ് കുറവിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാട്ടോ. പിന്നെ പെൺകുട്ടിയല്ലേ, വളകളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ വലുതാണ്, വളക്ക് ഭയങ്കര വലിപ്പമുണ്ട്. അപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗി. ഇതപ്പോൾ അവളുടെ ഒരു വളയുടെ കൊട്ടായിട്ടാണ് എടുത്ത് വെച്ചിട്ടിടാം. ഇങ്ങനെയൊക്കെ കേട്ടോ മോള്. ഇത് അവൾ യൂസ് ചെയ്തതാണ് കേട്ടോ. യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവൾ യൂസ് ചെയ്തതാണ്. ഇതൊക്കെ അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അങ്ങനെയൊക്കെ കേട്ടോ അത്. പിന്നെ ഉള്ളത് ഇതാട്ടോ. ഇതിൽ വരുന്നത് അവളുടെ ടിപ്സാണ്. ഞാൻ ടിപ്പ് ടോപ്പ് എന്നാണ് പറയാം, ചിലവർ ടിപ്പ് അങ്ങനെയൊക്കെ പറയും ഉണ്ടാവും. ഞാൻ ഓരോ പെയറായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകേണ്ടി വരാം. അപ്പോൾ ഞാൻ ഒക്കെ ഇങ്ങനെ പെയറാക്കി വെച്ചതാണ്. അപ്പോൾ ആകുമ്പോൾ ഓരോ ഡ്രസ്സിന് മാച്ച് ആക്കിയില്ല, പെട്ടെന്ന് നമുക്ക് വലിച്ച് വാരി ഇടണ്ടല്ലോ. അപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ച് കേട്ടോ. ഇങ്ങനെ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും കണ്ടോ. എല്ലാവരും ഇങ്ങനെ പെയർസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് അവളുടെ ടിപ്പ് ടോപ്പാട്ടോ. പിന്നെ പെൺകുട്ടി ആയാലും നമുക്ക് അറിയാം, അങ്ങനത്തെ ഓരോന്നും എടുത്ത് വെക്കാനൊന്നും നമുക്ക് നല്ല അടുക്കും ചിട്ടയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ബോക്സ് വാങ്ങിച്ചാൽ മതി. എത്രയും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ മേടിക്കേണ്ടി വരും. പിന്നെ ഡെയിലി യൂസ് ചെയ്യണം റിബൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ. പിന്നെ മാമന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അവൾക്ക് മെയിനായിട്ട് ഒക്കെ ഗിഫ്റ്റാണ്, അതൊക്കെ കൊണ്ടുവന്നതാണ്. അവളുടെ ഡ്രസ്സ് ആയിക്കോട്ടെ ഫാൻസി ആയിക്കോട്ടെ ഒക്കെ ഗിഫ്റ്റാണ്. നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വാങ്ങിക്കേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇത് അവളുടെ പാർട്ടി വെയർ ആയിട്ടുള്ള, ഇതിലിങ്ങനെ ഓരോ റിബൺസ്, പിന്നെ ഓരോ ക്രാബ്, കുഞ്ഞു കുഞ്ഞു ക്രാബാട്ടോ കണ്ടോ. ഈ ഒരു മോഡല്, പിന്നെ ഈ ഒരു മോഡല് കാണാണ്ട്.
ഇതിന് മേമാൻ്റെ മോള് ടൂർ പോയപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഈ ബട്ടർഫ്ലൈ ഇത് അവൾക്ക് മുന്നേ ഉള്ളതാണ് കേട്ടോ, അത് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കേട്ടോ. പിന്നെ ഓരോ മോഡൽ റിബൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യണതാണ്, വീട്ടിലിട്ട് കൊടുക്കാറില്ല. ഓരോ മോഡൽ ഇതൊക്കെ അടുക്കി വെക്കാനുണ്ട് കേട്ടോ, ലാസ്റ്റ് വെക്കാം. പിന്നെ അവളുടെ ബർത്ത്ഡേൻ്റെ ബാക്കിൽ സ്കേർട്ടിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ റിബൺ. പിന്നെ ഹെയർ ബൻസ് ഇതൊക്കെ അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാട്ടോ ഗിഫ്റ്റ്. നമ്മളെ നെയ്ബർ തന്ന ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇങ്ങനെ. പിന്നെ ഇത് 3 ഹെയർ ബാൻഡാട്ടോ പാർട്ടി വെയർ ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഓരോ ബട്ടർഫ്ലൈ ഇതൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നില്ലേ, അതാട്ടോ. ഇങ്ങനെ ഒരു 3 ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ. ഇത് അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. ഒക്കെ അവൾക്ക് ഗിഫ്റ്റാണ്, നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് ഓണത്തിന് വാങ്ങിച്ചതാട്ടോ അവൾക്ക്, പട്ടുപാവാടൻ്റെ ബാക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് അവളുടെ. പിന്നെ ഉണ്ട് കേട്ടോ അതിൽ സ്മോളായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അവൾ പണ്ടത്തെ ചെറു. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ബാഡ്ജ് കാണാൻ. അപ്പം അതൊക്കെയാണ് അവളുടെ ഫാൻസി ഐറ്റംസ്. ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റിയൊരു പാത്രം കേട്ടോ. പാത്രം എന്ന് ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു ബാഗ് കണ്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. അത് വേണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക, കമൻറ്റിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് വിട്ടുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും അവളുടെ ഫാൻസി ഐറ്റംസൊക്കെ. പിന്നെ ഉള്ളത് അവളുടെ ഡ്രസ്സാണ്, ഓക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇനി അവളുടെ ഡ്രസ്സ് കളക്ഷൻസ്. ഇത് അവൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാട്ടോ. ഈ ട്രേയിലുള്ളത് ഇത് അവളുടെ പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റണം. അതായത് പാർട്ടി വെയർ ആയിട്ടുള്ള ജീൻസിൻ്റെ സ്കേർട്ട് അങ്ങനെയൊക്കെ, പിന്നെ ജീനിൻ്റെ പാൻറ്റും ടോപ്പും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ സ്കേർട്ട് ടോപ്പ്, പിന്നെ ഫുൾ സ്കേർട്ട് അങ്ങനെയൊക്കെ കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. ഇതൊന്നും ഞാൻ എടുക്കണില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് രണ്ടാമത്തെ പണിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഡ്രസ്സസ് കേട്ടോ അതൊക്കെ. പിന്നെ അവളുടെ ഷോർട്ട്സ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ നിലവിലിട്ട് കൊടുക്കാറ്. പിന്നെ ഇതൊക്കെ അവൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ചിലതൊക്കെ അവൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പ്രോഗ്രാമിൽ ഇട്ട ഡ്രസ്സിന് ഇട്ട് കൊടുക്കണമെന്ന് എഴുതുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ കുറച്ച് വലുപ്പം കൂടുതലാണ്. അപ്പം അങ്ങനെ അത് ഇതിലുള്ളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം. അവൾ ഇത്തിരി കൂടി വലുതായി ഇനി ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവളുടെ ഷെൽഫിനെ പറ്റി പറയാനുള്ളത്. കണ്ടില്ലേ, അവളുടേതായ സാധനങ്ങൾ മൊത്തം ഇതിൽ അവൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഫാൻസി ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഇനി വേറെ ഉള്ളതായിക്കോട്ടെ, അവളുടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിൽ ഒതുക്കാൻ പറ്റും. പിന്നെ കാണിച്ചു തരാം മെയിനായിട്ട് അവളുടെ ബാഗിൻ്റെ ഉള്ളത് കേട്ടോ. ബാഗിലൊരു സംഭവം കാണിച്ചു തരാം. അവൾ കുഞ്ഞു കുട്ടിയാവുമ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കിട്ടും സംഭവം. ഇത് കണ്ടോ, എന്താ ബേബി ബത്തൂല്. ഇവിടെ എന്നെ ഇഷ്ടമാണ് പെങ്ങളുടെ മോളുടെ ബത്തൂല് മൈ ലവ്. പിന്നെന്താ സഹറ ബത്തൂല്, എമ്മ മൈലീൻ, ഹിന ഫാത്തിമ, ലവ് അയാം ഹിന. പിന്നെന്താ മൈ ബത്തൂൽ. അവൾ ബത്തൂലീസിൽ കലക്കി കുടിക്കുക കേട്ടോ. അങ്ങനെയാണ്, ചെറിയ കുട്ടിയാണ് അവൾ. അപ്പോൾ അവൾക്ക് ബത്തൂല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് കൊണ്ടുവരും. അതൊക്കെയാണ് ടീച്ചർ. പിന്നെ അവൾക്ക് പുറത്തൊക്കെ നമ്മൾ ബാഗിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ടോയ് കൊടുക്കും, ഭയങ്കര വാശിയും കരച്ചിലാണ്. പിന്നെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അവളുടേതായ ഒരു ഷെൽഫ്. നല്ല യൂസ്. പിന്നെ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ആദ്യം അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരുന്നത് ആ ഒരു സൈഡിലായിരുന്നു. അപ്പോൾ ഞാനത് ഈ സൈഡിലേക്കാക്കി. നമുക്കിതിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുവരാനും പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെക്കാം, എവിടേക്ക് വേണമെങ്കിലും വെക്കാം. പിന്നെ അവളുടേതായിട്ട് ഇനി ഒന്നുമില്ല കേട്ടോ. അവളുടെ സ്പെക്സ്, പിന്നെ ചപ്പൽ അങ്ങനെയൊക്കെ കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓരോ സൈഡ് ഉണ്ടോ. ഇതൊക്കെ അവളുടെ ഓരോ ചപ്പലും കാര്യങ്ങളൊക്കെ കേട്ടോ.
ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ ഡേ ആയില്ല ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ഈ സാധനത്തിനൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നോമ്പിന് വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.